എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷം വരാൻ വൈകിയതുകൊണ്ടാട്ടോ ഞാൻ ഇത്ര ലേറ്റ് ആയിട്ട് ഇടുന്നത്. പിന്നെ ഞാനൊരു യാത്രയിലും കൂടെ ആയിട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്ന ആ അർജുനെ കുറിച്ചുള്ള ആ വലിയ സത്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ നല്ല നല്ല വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇങ്ങനെ ഇന്നലെ അവസാനം കണ്ടത് ഗൗതം അരുണിനോട് സത്യങ്ങളെല്ലാം പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം അരുൺ പറഞ്ഞു, അപ്പം മനഃപൂർവ്വം പിങ്കി ചതിക്കുമല്ലേന്ന് ചോദിക്കുകയാണ്. അത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവള് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവളെ എങ്ങനെ വെറുതെ വിട്ടുകൂടാ. പക്ഷെ എന്ത് ചെയ്യാനാ അരുണെ, എന്തേലും ഒരു പോംവഴി ഉണ്ടാക്കാം. ഗൗതം വേണ്ട ഇപ്പൊ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാം. എന്നാലും ഗൗതമിന്റെ ഉള്ളിൽ നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ശരി, ഗൗതം വേണ്ട റെസ്റ്റ് എടുക്കാനും പറഞ്ഞ് അരുൺ അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന മഹേശ്വരനും മോഹിനിയും ജഗന്നാഥനോട് സംസാരിക്കുന്നു. മഹേശ്വരൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും അരുന്ധതിയേട്ടത്തിനെ കണ്ടുപിടിക്കണം. എന്തെങ്കിൽ മാത്രമേ ഇപ്പൊ ഈ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവുള്ളൂ. ഞാൻ അരുന്ധതിയേട്ടത്തി എവിടെയുണ്ടെങ്കിലും അന്വേഷിച്ച് പോകാൻ പോവാന്ന് പറയാ. ജഗന്നാഥൻ പറഞ്ഞു, ശരിയാ. ഏട്ടൻ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യ. എവിടെയാണെങ്കിലും അന്വേഷിച്ച് നമുക്ക് കണ്ടെത്തിക്കൊണ്ടുവരണം. അല്ലെങ്കിൽ ഏട്ടത്തി ഇവിടെ ഇല്ലാത്തതിൻ്റെതായ ഒരു കുറ്റവും കുറവുള്ള ഈ കുടുംബത്തിൽ കാണുന്നുണ്ട്. ഏട്ടത്തി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. ഇങ്ങനത്തെ പ്രശ്നങ്ങളേ ഒന്നും ഇല്ലായിരുന്നു. എന്തോ പ്രശ്നങ്ങളുണ്ടായാലും മല പോലെ വന്നാലും അതെല്ലാം ഏട്ടത്തി തരണം ചെയ്ത് ഈ കുടുംബത്തെ മുന്നോട്ട് തയ്ച്ചാണ്. മോഹിനിയും പറഞ്ഞു, ശരിയാ, ഏട്ടത്തി ഇല്ലാത്തതിന് വലിയൊരു കുറവ് കാണുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ എവിടെയാണെങ്കിലും കുഴപ്പമില്ല. അല്ല, വലിയേട്ടൻ എവിടെ പോയി അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ജഗന്നാഥൻ മഹേശ്വരനോട് ചോദിക്കുക. ഒരു കാര്യം ചെയ്യാം, ആദ്യം ഏട്ടത്തിന്റെ വീട്ടിൽ തന്നെ അന്വേഷിച്ച് നോക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഏട്ടത്തിയുടെ അനിയത്തി ഒരാളുണ്ടല്ലോ, അനസൂയ, അവരുടെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ഒരു പക്ഷെ ഏട്ടത്തിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും കിട്ടാതിരിക്കില്ല. ശരിയാ, നമുക്ക് ആ വഴിക്കൊന്ന് അന്വേഷിച്ച് നോക്കാന്ന് പറയാ. പിന്നീട് നമ്മൾ കാണാൻ പോകുന്ന എല്ലാവരും കാണാൻ കാത്തിരുന്ന ആ ഒരാളെയാണ് അർജുൻ. അർജുൻ അപ്പം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തൊന്നും അല്ല, ജയിലിലാണ് ഇപ്പം കഴിയുന്നത്. അർജുന്റെ അടുത്തേക്ക് അർജുന് കൂട്ടാൻ അഭി വരുവാണ്. അപ്പൊ യൂണിഫോമിലെ പുള്ളിക്കാരൻ വരുന്നേ. അർജുനെ കണ്ടിച്ചു, അർജുനെ നീ എന്താടാ ഇങ്ങനെ, എന്തിനാ അഭി നീ ഇങ്ങോട്ട് വന്നേ? ഇങ്ങോട്ട് വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അത് ഈ യൂണിഫോമില് എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുമല്ലോ. നാളെ നീ റിലീസ് ആവുമല്ലേ, അതുകൊണ്ട് നിന്നെ ഞാൻ കാണാൻ വന്നാ. എന്നാലും ഇത് വേണ്ടായിരുന്നു കേട്ടോ എന്ന് പറയണ. എന്താടാ? അല്ല, നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നീ എങ്ങോട്ട് പോകാനാ? വീട്ടിലേക്ക് പോവല്ലേ? വീട്ടിലേക്കോ? ഇല്ലില്ല, ഞാൻ വീട്ടിലേക്ക് പോകാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാ. അബിക്ക് മനസ്സിലായി അർജുന്റെ മനസ്സിൽ വലിയ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. എന്നാലും നിനക്ക് ആ ജോലിയിൽ തന്നെ തിരിച്ചു കയറായിരുന്നു. തിരിച്ചു കയറാതെ വെറുതെ എന്തിനാ അർജുനെ നീ ഇങ്ങനെ ഈ ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരുന്നേ? അതെനിക്കറിയായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ വേണേ എനിക്ക് തിരിച്ചു കയറായിരുന്നു. നായിക് സാറ് പറയുകയും ചെയ്താ. പക്ഷേങ്കിൽ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അല്ലെങ്കിലും ജോലിയിലൊക്കെ കയറി കുറെ പണം ഉണ്ടാക്കി എന്തിനു വേണ്ടിയിട്ടാ? ജീവിക്കണമെന്നൊരു ആഗ്രഹമുള്ളവർക്കല്ല അങ്ങനെയൊക്കെയുള്ളൂ. കുടുംബം, കുട്ടികള്, അങ്ങനെയൊക്കെ വേണ്ടേ? എന്തേലും ഒരു പ്രതീക്ഷ വേണ്ടേ? ഇതിപ്പോ എനിക്ക് അങ്ങനത്തെ ഒരു പ്രതീക്ഷയില്ല. പിന്നെ ഈ പണമൊക്കെ എനിക്കെന്തിനാ? അതുകൊണ്ട് ഞാൻ ജോലി പോലും വേണ്ടെന്ന് വെച്ചേ. അതുകൊണ്ടല്ലേ ഞാൻ ജയിലിൽ കിടക്കാൻ തീരുമാനിച്ചേ. എനിക്കിതൊന്നും വേണ്ട. എന്നാലും ഇതൊന്നും വേണ്ടായിരുന്നു അർജുനെ എന്ന് പറയണം. പെട്ടെന്ന് അർജുൻ പറഞ്ഞു, ദേ അബി, നീ ഒത്തിരി സമയം നിൽക്കണ്ട. ഇപ്പൊ തന്നെ എന്റെ സമയം തീരാറായി. ഒരു പട്ടാളക്കാരനാണെന്ന് ഓർത്തോണ്ടാ ഇത്ര സമയം അവര് സമയം തന്നിരിക്കുന്നത്. എന്നെ വന്ന് വിളിക്കാതിരിക്കുന്നേ. നമ്മളൊന്നും മിസ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നീ പൊക്കോ. അല്ല, നാളെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകുന്ന എനിക്ക് നല്ല വ്യക്തമായ ഇതുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത്, ചാടിപ്പോയ സമയത്ത് കുറെ അനാഥ കുട്ടികളുണ്ടായിരുന്നു. അവരോടൊപ്പമായിരുന്നു. എന്ത് സന്തോഷകരമായിട്ടാണ് ഞാൻ കഴിഞ്ഞെന്നറിയാവോ? തിരിച്ച് ഞാൻ പോകുന്ന അവരുടെ അടുത്തേക്കായിരിക്കും. അവരുടെ കൂടെ ഞാൻ സന്തോഷകരമായിട്ട് ജീവിക്കും. അല്ല, എന്നാലും വീട്ടിലേക്ക് പോകണ്ടേ? എന്തിനാണെന്ന് ചോദിക്കുകയാണ് വീട്ടിലേക്ക് പോകുന്നത്. പിന്നീട് ഫസ്റ്റ് നൈറ്റ് തന്നെ പിങ്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ അർജുന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുവാണ്. അവൾക്ക് ഗൗതമേട്ടനായിരുന്നു ഇഷ്ടം എന്നൊക്കെ. അതെല്ലാം ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത സങ്കടം വന്നു. അതിനെക്കുറിച്ചൊന്നും നീ ഓർപ്പിക്കണ്ട, നീ പൊക്കോ അബീന്നും പറഞ്ഞുകൊണ്ട് അബീനെ പറഞ്ഞു വിടുവാണ് അർജുന്. പിന്നീട് സാന്ദ്ര അങ്ങോട്ട് കയറി വരും, ഇന്ത്യവരത്തിലേക്ക് വരുവാണ്. സാന്ദ്ര വന്നപ്പോഴത്തേനും പിങ്കി ഓടിച്ചെന്ന് സാന്ദ്ര എന്നും പറഞ്ഞ് കയ്യെ പിടിച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ടിരുമ്പോ ഗൗതം അങ്ങോട്ട് വരുന്നേ. അല്ല സാന്ദ്ര, ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നേ? നീ എന്തിനാ ഇവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് ചോദിക്കണം. അല്ല, ഇതെന്റെ ഫ്രണ്ട് അല്ലേ, അപ്പൊ ഇവൾ എന്നെ കാണാൻ വന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഇവള് ഫ്രണ്ട് എന്ന് പറയാൻ നിനക്ക് നാണക്കേടില്ലേ? അമ്മാതിരി പരിപാടികളല്ലേ ഇവള് കാണിച്ചു വെച്ചേ. ഗോവിൻ സാർ എന്താ ഇങ്ങനെ പറയണേ? പെട്ടെന്ന് സാന്ദ്ര എങ്ങനെ ചോദിച്ചു. അപ്പൊ നീ ചെയ്ത തെറ്റുകളൊന്നും ഇത്രയും കാലം തെറ്റുകളല്ലേ? നീ എന്തൊക്കെ പരിപാടിയെ കാണിച്ചു വെച്ചേ? നിനക്കെന്നെ ബോധ്യമില്ലേ? നന്ദയുടെ ഡാൻസ് കോമ്പറ്റീഷൻ മുടക്കാൻ ശ്രമിച്ചു. അത് മാത്രമല്ല, പരാതി കൊടുത്തു, കള്ളപ്പരാതി കൊടുത്തില്ലേ? എല്ലാം നിനക്ക് എഴുതി കേസുള്ളതല്ലേ? പിന്നെ നീ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചെന്ന് ചോദിക്കുകയാണ്. അതെ, പിങ്കി പെട്ടെന്ന് ചാടി പറഞ്ഞു, അവൾ എന്റെ ഫ്രണ്ടാണ്, അവൾ എന്നെ കാണാൻ വന്നിരിക്കും. ഈ തടയാനായിട്ട് ആരും ശ്രമിക്കണ്ടെന്ന് പറയണം. പിങ്കി, നീ എന്താ പറയണേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടിൽ ആരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആരും ചോദ്യം ചെയ്യാൻ വളർന്നിട്ടില്ല. അങ്ങനെ ചോദ്യം ചെയ്യണമെങ്കിൽ ഇവിടെ ആരെ ആദ്യം ചോദ്യം ചെയ്യേണ്ടതെന്ന് അറിയാലോ. അവരെ പോയി ചോദ്യം ചെയ്യാം, എന്നിട്ട് മതി എന്റെ നേർക്ക്
പെട്ടെന്ന് ഗൗതത്തിന് മിണ്ടാട്ടം മുട്ടിപ്പോയി. ഗൗതത്തിന് മനസ്സിലായി ഇനി ഇപ്പൊ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് എന്തേലും ഒപ്പിച്ചു വെക്കുന്നു. ഗൗതം പറഞ്ഞു, എന്ത് വെള്ളം കാണിച്ചോ, ഞാനൊന്നും പറയാൻ വരുന്നില്ല എന്ന് പറയണം. ഈ സമയത്ത് നന്ദ അങ്ങോട്ട് വരുന്നേ. അപ്പം സാധന കിടപ്പം നന്ദി ചോദിച്ചു, നീ ഇങ്ങോട്ട് എന്തിനാ വന്നേ, നിനക്ക് നാണോ ഇല്ലേ ഇങ്ങോട്ട് വരാനെന്ന് ചോദിക്കുകയാണ്. ഓഹോ അങ്ങനെയാണോ, അതിനിപ്പോ നാണം കെടാൻ ഇപ്പൊ എന്നാ ഇരിക്കുന്നേ, ഞാൻ പിങ്കിനെ കാണാമെന്നോ. ഓ പിങ്കിനെ കാണാൻ നീ വരുവല്ലേ. അപ്പോഴാണ് ഗൗതം അങ്ങോട്ട് മാറി പോകുന്നുണ്ട്. ഗൗതത്തിനെ പെട്ടെന്ന് വിളിച്ചു. ഗൗതം സാർ അവിടെ നിന്നേ, ഇവള് വന്ന് കണ്ടില്ലേന്ന് ചോദിക്കുകയാണ്. ഗൗതമിനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഗൗതമാ പറഞ്ഞേ ഇവളോട് നിന്നോട്ടേന്ന്, ഒരു കുഴപ്പമില്ല, ഇവളിവിടെ വന്ന് ഇവളെ സൽക്കരിക്കാനായിട്ടുള്ള അനുമതി എന്ന് ഗൗതം വന്ന് പിങ്കി പറയണം. ഗൗതം സാറാ, അതെ, സംശയം ഉണ്ടോ ചോദിച്ചു നോക്ക്. പെട്ടെന്ന് ഗൗതമിനോട് ചോദിച്ചു, അല്ല എന്താ ഗൗതം സാർ ഈ കാണുന്നേ, എന്താ ഈ സാന്ദ്ര വന്നിട്ട് സാന്ദ്രനെ ഇറക്കി വിടാത്തേന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ നന്ദ, എന്താ സാ ഒന്നും പറയാത്ത കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പിങ്കി പറഞ്ഞു, അല്ലേ അതിനുള്ള ഉത്തരം എനിക്ക് ഗൗതം സാർ നേരത്തെ തന്നിട്ടുണ്ട്, ഇനി ഇപ്പൊ സംശയം ഉണ്ടെങ്കിൽ സാറിന്റെ വായിന്ന് തന്നെ കേട്ടോ നീ, അപ്പൊ നിനക്ക് സമാധാനം ആവുമല്ലോ എന്ന് പറയാണ്. പെട്ടെന്ന് ഗൗതം പറഞ്ഞു, എന്ത് വേളയും കാണിക്കട്ടെ, അവളുടെ ഫ്രണ്ടാന്നല്ലേ പറഞ്ഞേ, അപ്പൊ ഫ്രണ്ടിന് ഇപ്പൊ എന്തേലും കാണിച്ചോട്ടെ, കുഴപ്പമൊന്നും ഇല്ലല്ലോ, അവൾ ഇവിടെ നിക്കട്ടെ എന്ന് പറയാം. നന്ദയ്ക്ക് അങ്ങ് സങ്കടവും ദേഷ്യം വന്നു. ഇത്ര മണിച്ച് ഗൗതം അങ്ങോട്ട് പോവാണ്. കേട്ടല്ലോ, ഗൗതത്തിന്റെ വായിന്ന് കേട്ടല്ലോ, നിനക്ക് സമാധാനമായല്ലോ, എന്നാ ഞാൻ പോയി സാന്ദ്രനെ സൽക്കരിക്കട്ടെ എന്ന് പറഞ്ഞങ്ങ് പോവാ. ദേഷ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദ എന്ത് ചെയ്യുവാണ്, നേരെ ഗൗതത്തിന്റെ അരിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. ചെന്നിട്ട് ചോദിച്ചു, എന്താ സാറിത്, എന്ത് പരിപാടിയെ കാണിച്ചേ, അവള് കാണിച്ചു കൂട്ടിയതൊക്കെ സാറിന് അറിയാവുന്നതല്ലേ, വീണ്ടും അവളെ ഈ വീട്ടിൽ കയറ്റാനായിട്ട് അവളെ എങ്ങനെ വീട്ടിൽ കയറാൻ സാറിന് തോന്നി, ഒന്നും അല്ലേലും സാർ ഒരു പോലീസ് ഓഫീസർ അല്ലേന്ന് ചോദിക്കുക. അതെ നന്ദ, ഇപ്പൊ നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, നിനക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ ചെയ്യാൻ നോക്കോ. ഓഹോ അപ്പൊ എല്ലാരും കൂടെ ഒത്തോണ്ടായി കളയില്ലേ, ഇതെന്താളും ഞാൻ സമ്മതിക്കില്ല, കണ്ടോ അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറയണം. നന്ദ വേണ്ടാത്ത പരിപാടിക്ക് നീ പോണ്ടാന്ന് പറയാം. ഈ സമയത്ത് പിങ്കിയും സാന്ദ്രയും കൂടെ അങ്ങോട്ട് വന്നേ. പിങ്കി വന്നിട്ട് പറഞ്ഞു, നിന്നെ കൊണ്ടൊന്നും സാധിക്കില്ല അവളെ ഇറക്കി വിടാനായിട്ട്. അതെ എനിക്ക് ഗൗതമിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയാം. അതിന് നിനക്കെന്താ, എനിക്ക് അതിനേക്കാളും അത്യാവശ്യമായിട്ട് എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുക, നീ ഇപ്പൊ സംസാരിക്കണ്ട, ഞാൻ ഗൗതമിനോട് സംസാരിച്ചിട്ട് നീ സംസാരിച്ചാ മതി. ഓഹോ അങ്ങനെയാണോ, ഞാൻ ഗൗതം സാറിന്റെ ഭാര്യ എന്ന് പറയണ, എന്ത് ഭാര്യയാണെങ്കിലും ഞാൻ പറയുന്നു ഇപ്പൊ ഗൗതം അനുസരിക്കോളെന്ന് പറയാം. ഗൗതം പറഞ്ഞു, എന്താ പിങ്കി നിനക്ക്, എനിക്കിപ്പോ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്, അതിപ്പോ സാന്ദ്രയുടെ കാര്യത്തെക്കുറിച്ചാ, എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറയാം. പെട്ടെന്ന് തന്നെ ഗൗതം പറഞ്ഞു, എന്നാ ശരി പിങ്കി ആദ്യം സംസാരിക്കട്ടെ എന്ന് പറയാണ്. നന്ദയ്ക്ക് സങ്കടമായി. പെട്ടെന്ന് പിങ്കി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാ, നീ അങ്ങോട്ട് പൊക്കോ, നീ ഉണ്ടെങ്കിൽ എനിക്ക് ഡിസ്റ്റർബൻസ് ആവും, നീ ഇറങ്ങിപ്പോക്കോ, ഞാൻ ഗൗതത്തിനോട് സംസാരിച്ചിട്ട് അങ്ങോട്ട് വരാമെന്ന് പറയണം. ഗൗതം പറഞ്ഞു, നന്ദ നീ അങ്ങോട്ട് പോ, ഇവൾക്ക് എന്താ കേൾക്കാനുള്ള ഞാൻ കേൾക്കട്ടെ എന്ന് പറയണം. നന്ദയ്ക്ക് സഹിക്കാവുന്നതിന്റെ അപ്പുറമായിരുന്നു. പെട്ടെന്ന് നന്ദ എന്ത് ചെയ്യുവാണ്, ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പുറത്തിറങ്ങി പോയി നിൽക്കുമ്പോൾ ലക്ഷ്മിയമ്മ അങ്ങോട്ട് വരുന്നേ. ലക്ഷ്മിയമ്മ വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ, നീ എന്ത് പറ്റി, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ, എന്ത് പറ്റാനാ, ഇവിടെ നടക്കുന്നതൊക്കെ ലക്ഷ്മിയമ്മ ഉള്ള അറിയണമെന്ന് ചോദിക്കുക. അല്ല എന്താ അറിയാൻ പാത്ത എന്നാ കാര്യം, അതെ ആ സാന്ദ്ര വന്നിട്ടുണ്ട്. സാന്ദ്രയോ, മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ കള്ളപ്പരാതി കൊടുത്തേ, പിന്നെ എന്റെ ഡാൻസ് കോമ്പറ്റീഷൻ മുടക്കാനായിട്ട്, അന്നാ പിങ്കിയുടെ കൂട്ടുകാരി, ഓ അവളോ, അവളിവിടെ വന്നിട്ട് അവളെ സൽക്കരിച്ചുകൊണ്ടിരിക്കുക, അതിന് അനുമതി കൊടുത്തേക്കുക ഗൗതം സാർ. ഞാനത് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പം എന്നോട് അതിനകത്തൊന്നും തലയിടണ്ടെന്ന്, ഇത് ഒരു പരിധിയില്ല എല്ലാം സഹിക്കുന്നതിന് ചോദിക്കുകയാണ്. അരുൺ അതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്നുണ്ട്. അരുണിന് മനസ്സിലായി ഗൗതമത്തിന്റെ നിസ്സഹായാവസ്ഥ എത്രമാത്രമാണെന്നുള്ളത്. ഏട്ടൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ പിങ്കിയുടെ ഈ തോന്നിയാസത്തിനൊക്കെ കൂട്ടു നിൽക്കുന്നത്. ഒരു കാരണവശാലും ലക്ഷ്മിയമ്മ സത്യങ്ങളൊക്കെ അറിയരുതെന്ന് ഓർത്തിട്ട് തന്നെയാണ്. സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അരുണിനാണെങ്കിലും. പാവം നന്ദ കാര്യങ്ങളൊക്കെ അറിയാതെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു, പോട്ടെ മോളെ, അവളുടെ പിങ്കിയുടെ കാര്യം അറിയാലോ, എന്നാലും ഞാൻ സമയം കിട്ടുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചാലാ, മോള് സങ്കടപ്പുണ്ടെന്ന് പറയാം. ഞാനിത് വെറുതെ വിടാൻ പോകുന്നില്ല ലക്ഷ്മിയമ്മേ, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാം, ഞാൻ അവൾക്കിട്ട് അതിനുള്ള തിരിച്ചടി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നന്ദ പിന്നീട് അങ്ങോട്ട് വരുവാണ്. ഈ സമയത്ത് പിങ്കിയും സാന്ദ്രയും കൂടെ അങ്ങോട്ട് വന്നു. ഓ ഇനിയിപ്പം നിന്റെ കലിപ്പ് തീർന്നിട്ടില്ലായിരിക്കും അല്ലേ, എന്നാ നീ ഒന്നുകൂടെ കേട്ടോ, സാന്ദ്രയുടെ കേസുണ്ടല്ലോ, ആ കേസിൽ നിന്ന് സാന്ദ്രനെ ഒഴിവാക്കാൻ പോവാന്ന് പറയണ. ഒഴിവാക്കാനോ, ആര്, അതൊക്കെ നീ കണ്ടോളാൻ പറയാണ്. ഒന്നും മനസ്സിലായില്ല നന്ദയ്ക്ക് എന്താന്ന്. ഇത്രയും പറഞ്ഞിട്ട് നേരെ ഗൗതമിന്റെ അടുത്തേക്ക് സാന്ദ്രയും പിങ്കിയും കൂടെ ചെല്ലുവാണ്. പിങ്കി എന്നിട്ട് പറഞ്ഞു, അത് ഗൗതമ ഒരു കാര്യമുണ്ട്, ഒരു കാര്യം പറയാനും കൂടെ ഞാൻ ഇവളെ വിളിപ്പിച്ചേ, ഇവളുടെ ആ കേസുണ്ടല്ലോ, ആ കേസിൽ നിന്ന് ഇവളെ അങ്ങോട്ട് ഒഴിവാക്കിയേക്കൂടെന്ന് പറയാം. പെട്ടെന്ന് തന്നെ ഗൗതം ചോദിച്ചു, അതെങ്ങനെ ശരിയാവും, അത് ഇവിടെ തെറ്റുകാരിയാന്നുള്ള കാര്യം ഞാനല്ലേ കണ്ടെത്തിയത്, പിന്നെ എങ്ങനെയാ അത് ഒഴിവാക്കുന്നതെന്ന് ചോദിക്കണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ തെറ്റുകുറ്റങ്ങളൊക്കെ വിചാരണ ചെയ്യാനാണെങ്കിൽ ഇവിടെ പലരെയും വിചാരണ ചെയ്യേണ്ടി വരും. എന്താ ഞാൻ ലക്ഷ്മി അമ്മേനെ ഒന്ന് വിളിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ഗൗതം പെട്ടെന്ന് വേണ്ട, അങ്ങനെ ഉണ്ടെങ്കിൽ സാന്ദ്രനെ ആ കേസിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കിക്കൂ, അതാ എല്ലാവർക്കും നല്ലത്, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ എന്തേലുമൊക്കെ കാണിച്ചു കൂട്ടും,
ഇവള് എന്റെ ഫ്രണ്ടാ, ഇവളെ രക്ഷിക്കേണ്ട എന്റെ കടമയാന്ന് പറയാ. സാന്ദ്ര പറഞ്ഞു, അതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ അവന്മാരൊന്നും പറയുകയും ചെയ്തല്ലോ, പിടിച്ചവന്മാര്. അതുകൊണ്ട് ഇനി അവന്മാരായാലും ചെയ്യിച്ചാന്നങ്ങ് പറഞ്ഞാൽ മതി. എന്റെ പേര് അതിനകത്തുനിന്ന് സാറിന്ന് വെട്ടിച്ചുരുക്കണം. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. പെട്ടെന്ന് പിങ്കി പറഞ്ഞു, 14 വയസ്സുള്ള പെൺകുട്ടിയല്ലേ, അവളുടെ ജീവിതം തറക്കേണ്ട ആവശ്യമുണ്ടോ? 60 വയസ്സുള്ള ഒരാളുടെ ജീവിതം രക്ഷിക്കാനായിട്ട് ഗൗതം സാറ് കിടന്ന് പെടാപ്പാട് പെടുന്നു. അപ്പൊ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇവളെ അകത്താക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇവളെ നാറ്റിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതുകൊണ്ടാ പറഞ്ഞേ ആ കേസ് അങ്ങോട്ട് വിട്ടേക്കാൻ പറയണം. ഗൗതത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പറ്റില്ലേ പറ എന്ന് പറയണം. അവസാനം ഗൗതം പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്ത് വെള്ളം ചെയ്യാന്ന് പറയണം. അങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും സാന്ദ്രയ്ക്കും പിങ്കിക്കും സന്തോഷമായി. നന്ദയാണ് ആ പാടെ ദേഷ്യപ്പെട്ടിരിക്കുമായിരുന്നു. പിന്നീട് നന്ദയോട് പിങ്കി വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ നിനക്ക് ഒരു സമാധാനമേ കാണുമല്ലോ. സാന്ദ്രനെ ഇനിയിപ്പോ കേസിൽ നിന്ന് വെറുതെ വിടാൻ പോവാ. എല്ലാം ഗൗതം സാറ് സമ്മതിച്ചിട്ടുണ്ട്. നിന്റെ കളികളൊന്നും ഇനിയിപ്പൊ നടക്കില്ല നന്ദയെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടങ്ങ് പോവാ. സഹിക്കാവുന്നതിനും അപ്പുറം വരുന്നത് നന്ദയ്ക്ക്. പിന്നീട് മോഹിനിയുടെ അടുത്തേക്ക് പവിത്ര ഓടി വന്നിട്ട് പറഞ്ഞു, അമ്മ അറിഞ്ഞു ചോദിക്കാണ്. എന്താ? അതെ, വലിയ വിശേഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ത് വിശേഷം? ആ സാന്ദ്രയില്ലേ, സാന്ദ്ര വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ സാന്ദ്രയുടെ മറ്റേ കേസില്ലേ, ആ കോമ്പറ്റീഷൻ, ഡാൻസ് കോമ്പറ്റീഷന് മിഥുനെ തട്ടിക്കൊണ്ടുപോയ കേസില്, ആ കേസൊക്കെ ദേ വെറുതെ വിടാൻ പോവാ. സാന്ദ്രേച്ചിനെ വെറുതെ വിടാൻ പോവാന്ന്. ഇതൊക്കെ ആരാ നിന്നോട് പറഞ്ഞേ? അതൊക്കെ ഞാൻ കേട്ട അമ്മയെന്ന് പറയണം. ആഹാ, കൊള്ളാലോ. ഇതെങ്ങാനും നന്ദേച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിലോ ഉറപ്പായിട്ടും ഈ ഒരു കാരണം മതി ഗൗതം സാറുമായിട്ട് ഉടക്കി പിരിയാനായിട്ട്. പെട്ടെന്ന് മോഹിനിയാണ്, ശരിയാ, ഗൗതമും നന്ദയും കൂടെ പിരിയാനായിട്ട് ഈ ഒരു കാര്യം മതി. നമുക്കിനിയിപ്പോ കളി കണ്ടാൽ മതി ഗാലറി ഇരുന്നിട്ട്. ഇനിയാണ് നമ്മൾ കളി കാണാൻ പോകുന്നത്. കളി അങ്ങനെ ഒഴുക്കട്ടെ എന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ട് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചാണ് നിർത്തുന്നു. നന്ദി.